കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ എന്ന കുരിശടയാള പ്രാർത്ഥന സന്ധ്യ നേരത്ത് എല്ലാ കത്തോലിക്ക ഭവനങ്ങളിലും ഉയർന്നു കേട്ടിരുന്നു. നമ്മുടെ മാതാപിതാക്കളും പൂർവികരും വൈകുന്നേരം ഒരുമിച്ചിരുന്ന് കുരിശ് വരയ്ക്കുമായിരുന്നു. ചാവറയച്ചൻ സന്ധ്യാപാഠത്തിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു: വൈകുന്നേരം കുരിശുമണി അടിക്കുമ്പോൾ മക്കളെല്ലാം വീട്ടിലുണ്ടായിരിക്കാനും നമസ്കാരം കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്തുതി കൊടുത്തിട്ട് അപ്പയുടെ അമ്മയുടെ കൈമുത്താൻ അവരെ ശീലിപ്പിക്കണം. ഈ പാരമ്പര്യം എല്ലാ വീടുകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ദൈവഭക്തിയുള്ള നല്ല മാതാപിതാക്കളെ കിട്ടിയത്. അവർ പറയുന്ന അനുസരിച്ചും നമ്മളും സന്ധ്യാപ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ചെയ്യണം. സ്വർഗസ്ഥനായ പിതാവേ എന്ന് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയും നന്മറിഞ്ഞ മറിയമേ എന്ന ജപവും നമുക്ക് മനഃപ്പാഠമാണല്ലോ. ഇവ ചൊല്ലി നാം ഭക്തിയോടെ ജപമാല അർപ്പിക്കണം. മുറ്റുകുത്തി നിന്ന് ലൊത്തീനെ ചൊല്ലി മാധവന്റെ അനുഗ്രഹം നമ്മൾ മേടിച്ചെടുക്കണം. കർത്താവിന്റെ മാലാവ് എന്ന ജപം കുട്ടികളെ തന്നെ ചൊല്ലി കുരിശുവഴി തുടങ്ങണം. ഉറക്കം തൂങ്ങിയും ചാടിയിരുന്നും വർത്താനം പറഞ്ഞു ഈ പുണ്യം സമയത്ത് അനുഗ്രഹങ്ങൾ നമ്മൾ കളയരുത്. എൻ്റെ കൂട്ടുകാരെ, ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കേട്ട് 1 or 2 വചനം നമ്മളും വായിക്കണം. ഞാൻ ഉറങ്ങാൻ പോകുന്നുണ്ടാൻ എന്ന ഗാനം നമ്മൾ പാടിയിട്ട് ഇന്നത്തെ ദിവസത്തെ സന്തോഷവും സങ്കടങ്ങളും ഈശോയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് നമുക്ക് സമാധാനമായി ഉറങ്ങാൻ സാധിക്കും. കുരിശുവര കഴിഞ്ഞാൽ പരസ്പരം സ്തുതി കൊടുത്തിട്ട് ദൈവത്തിന് നാൾ ഒന്നോടെ മഹത്വം കൊടുക്കുന്നു. ഇപ്രകാരം നല്ല ശീലമുള്ള കുടുംബത്തിൽ വരുന്ന കുഞ്ഞുങ്ങൾ 30 മേനയും 60 മേനയും 100 മേനയും ഫലം പുറപ്പെടുവിക്കും. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്. ദൈവം അനുഗ്രഹിക്കട്ടെ.